ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെസിപ്പി കേട്ടോ. അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് എല്ലാം കുറച്ച് മതി മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. പിന്നെ കുരുമുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലാവേണ്ട, എരിവ് കൂടും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. പിന്നെ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു 3 സവോള കനം കുറച്ച് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം സോഫ്റ്റായിട്ട് വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കൂടുതൽ ഡ്രൈ ആക്കി എടുക്കുക. ഒരു പെരണ്ട പരുവം മതിയെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടാറ് ചിക്കൻ പെരട്ട് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്